സാറേ മരവിപ്പിച്ചിട്ട് ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞെന്ന് പറഞ്ഞു, കൂടുതൽ ഡയലോഗ് അടിക്കണ്ട, നീ അവിടെ അടങ്ങിക്കടയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് മരവിപ്പിക്കുക പോലും ചെയ്യാതാണ് ഇയാളിത് ചെയ്തത്. എന്നോട് മരവിപ്പിക്കുന്നെന്ന് പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ചിട്ടാണ് ഈ പണി കാണിച്ചത്. എന്നുവെച്ചാൽ ചെറിയ ഒരു പൊട്ടൽ പോലും ഇല്ലാതെ ചെന്ന കാലിനെ ഇയാൾ തുരന്ന് ഒരു കിലോ അരി കൊള്ളത്തക്ക രീതിയിൽ ഈ കാല് തുരന്ന് വെച്ചിരിക്കും. ചോദിച്ച കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ചികിത്സയിൽ പിഴവ് വരുത്തിയതായ ആരോപണം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് കൂടിയായ ഡോക്ടർ സുനിലിനെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. തൃക്കുന്നപ്പുഴ സ്വദേശിനിയായ ബീനയാണ് ഇപ്പോൾ ഈ ആരോപണവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഇവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഭർത്താവിൻ്റെ കാലൊരു വേലി ചവിട്ടി പഴുത്തു. ഡോക്ടർ സൂപ്രണ്ട് കൂടിയായ ഡോക്ടർ സുനിലിനെ ചെന്ന് കണ്ടു. ഡോക്ടർ ഞങ്ങളോട് വെള്ളിയാഴ്ച ചെന്നു, തിങ്കളാഴ്ചയാണ് ഇത് ഓപ്പറേഷൻ കീറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർ മരവിപ്പിക്കുകയൊന്നും ചെയ്യാതെ കീറി. തുടർന്ന് പേവാർഡിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്തു. ബുധനാഴ്ച ഓപ്പറേഷൻ നടത്തി. അപ്പോൾ ഓപ്പറേഷന് മുമ്പായിട്ട് തന്നെ പുള്ളി എന്നോട് പൈസ ആവശ്യപ്പെട്ടു, കൈക്കൂലി ആവശ്യപ്പെട്ടു. പക്ഷേ എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാവരും അവിടെ ഹോസ്പിറ്റലിലെ മുഴുവൻ ആൾക്കാരും അടക്കം പറഞ്ഞു, ഇങ്ങനെ പൈസ കൊടുത്താലേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ 2000 രൂപ ഞാൻ ഡോക്ടർക്ക് കൊടുത്തു. പക്ഷേ ഡോക്ടർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെ എന്നോട് മരവിപ്പിക്കുമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ചിട്ട് പോലും രോഗിയെ മരവിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അടങ്ങിക്കിടക്കട, നിൻ്റെ ഡയലോഗ് വേണ്ടാന്ന് പറഞ്ഞ് നികൃഷ്ടമായ രീതിയിൽ ഡോക്ടർ അത് ഓപ്പറേഷൻ ചെയ്തു. തിരിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് റൂമിൽ വന്ന രോഗിയെ 3 ദിവസമായിട്ടും ഡോക്ടർ നോക്കിയിട്ടില്ല. അപ്പം ഡോക്ടർ നോക്കാത്തതിനെ തുടർന്ന് ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചു വരുത്തി ഡോക്ടറോട് സംസാരിച്ചപ്പം പറഞ്ഞു, എന്നെക്കൊണ്ട് സൗകര്യപ്പെടത്തില്ല വന്ന് നോക്കാനെന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല നോക്കാൻ. അപ്പം അങ്ങനെയാണ് ഒരു കാര്യം തിരക്കണ്ടേന്ന് ചോദിച്ചപ്പം എടുത്ത പാല ഡോക്ടർ പറഞ്ഞു, എവിടെയെങ്കിലും കൊണ്ടുപോകും, ഡിസ്ചാർജ് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡോക്ടറുടേതായിട്ടുള്ള ഈ കുറേ ആളുകൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും ആവാം. പൈസ കൊടുക്കും നമ്മളെ പ്രേരിപ്പിക്കും കുറേ ആളുകൾ അവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഇത് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. ഡോക്ടർ നേരിട്ട് താങ്കളോട് 5000 രൂപ വേണമെന്ന് ചോദിച്ചു. ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ പൈസ അതാണ്. ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടു, എന്നോടെന്നല്ല എല്ലാവരോടും ഡോക്ടർ ആവശ്യപ്പെടുന്ന ഫീസ് അതാണ്. വെറും പട്ടിയുടെ വില പോലും നമുക്ക് ഈ ഡോക്ടർ തരത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഇതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഇത് കള്ളവല്ല. എന്നിട്ട് ഞങ്ങൾ ഡോക്ടർ വരുമെന്ന് പ്രതീക്ഷിച്ച് വീണ്ടും റൂമിൽ ചെന്ന് നിന്നിട്ട് ഡോക്ടർ വരാത്തതിനെ തുടർന്ന് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ തിരക്കിയപ്പോഴാണ് പറയുന്നത് ഡോക്ടർ ഡിസ്ചാർജ് എഴുതി വെച്ച് പോയി. നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മാനസിക വിഷമത്തിൽ റൂമിൽ വന്ന് ഭർത്താവിനോട് ഇത് പറഞ്ഞ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം, ഡിസ്ചാർജ് വന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു റൂമിന് ഇനി സമയമുണ്ട്, നമുക്ക് വണ്ടി വരാനുണ്ട്, ഓട്ടോ വിളിച്ച് വരാനുണ്ടെന്ന് പറയുക. അയാൾ വളരെ നികൃഷ്ടമായിട്ട് രീതിയിൽ സംസാരിക്കുകയും ചുരിദാർ പിടിച്ചിട്ട് വലിച്ചു കയറുകയും ചെയ്തു. പിന്നെ അതേ തുടർന്ന് ഞങ്ങൾ ഓട്ടോ വന്ന് പോകാൻ ഇറങ്ങിയപ്പോഴും ഈ സെക്യൂരിറ്റി ഇതുപോലെ തന്നെ ഞങ്ങളെ ഒരുപാട് ചീത്ത വിളിക്കുകയും എൻ്റെ കർണത്തടിക്കുമെന്ന് പറഞ്ഞു. അപ്പം കാർത്തിപ്പള്ളി പഞ്ചായത്തിൻ്റെ തന്നെ മെമ്പർമാരായ സുമാരാജു, ഉല്ലാസ് ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരത് ചോദ്യം ചെയ്തപ്പോൾ അവരെയും അസഭ്യമായ വാക്കുകളാണ് അയാൾ പറഞ്ഞത്. ഈ സെക്യൂരിറ്റി നിങ്ങളോട് ഇങ്ങനെ മോശമായിട്ട് ഇടപെടാൻ കാരണം എന്താണ്? സെക്യൂരിറ്റി മോശമായിട്ട് ഇടപെടാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഡോക്ടർ പറഞ്ഞു വിട്ടാ. ഇപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയപ്പെടുന്ന ഒരു വാർത്ത എന്ന് ഈ സെക്യൂരിറ്റി ഈ ഡോക്ടർ ആളാണെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ്. അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളോ നേഴ്സന്മാരോ ഒരു മനുഷ്യരും ഇതിനകത്ത് പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു സെക്യൂരിറ്റി അല്ലാതെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് ചോദിച്ച കൈക്കൂലി കൃത്യമായി നൽകാത്തത് കൊണ്ട് മരവിപ്പിക്കാതെ പോലും ഓപ്പറേഷൻ ചെയ്തു എന്നാണ്. തീർച്ചയായിട്ടും അതെ. ഡോക്ടർക്ക് ഞാൻ കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഭർത്താവിനോട് ഇത്രയും നീചമായിട്ട് അയാൾ പെരുമാറിയത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പൊട്ടിച്ച് വിടേണ്ട ഒരു കാര്യമാണ് അയാൾ തുരന്ന് ഒരു തുള പോലാക്കി എൻ്റെ ഭർത്താവിൻ്റെ കാല് വെച്ചേക്കുന്നത്. ഓട്ടോ ഓടിച്ച് 5 ജീവിതം കഴിയേണ്ട ഞങ്ങളെയാണ് ഇപ്പോൾ ഈ പെരുവഴിയിലാക്കി സുനിൽ ഡോക്ടർ നിർത്തിയിരിക്കുന്നത്. ഇതിനെതിരെ എനിക്ക് എവിടെയായാലും എനിക്ക് ഇതേ പറയാനുള്ളൂ. ഞാൻ അനുഭവിച്ച കാര്യമായി പറയുന്നത്. പാവങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കണ്ടേ, കാശുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലല്ലേ ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ കാശില്ല. അത് ഈ ഡോക്ടർക്ക് നല്ല ഒരു ഡോക്ടർക്കും കൊടുക്കാൻ എൻ്റെ കാശില്ല. പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ആശുപത്രി? താങ്കളെ ഈ സെക്യൂരിറ്റി ആക്രമിക്കാൻ ശ്രമിച്ചു, ഇല്ലെങ്കിൽ കയറി പിടിച്ചു മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ കേസ് എടുത്തിട്ടുണ്ട്. സിയുടെ അടുത്ത് കേസ് എടുത്തിട്ടുണ്ട്.
ഈ വിഷയത്തിൽ ഈ ആരോപണ വിധേയനായ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തെ നിരവധി തവണ വിളിച്ചു നോക്കി. ഏതാണ്ട് 13 തവണ അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഫോണിലേക്കും പിന്നീട് അതിലേറെ തവണ മൊബൈലിലേക്കും വിളിച്ചു നോക്കിയെങ്കിലും ഈ ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ തേടാൻ സാധിച്ചിട്ടുമില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ കുടുംബം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ബീന പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.